മാസം തന്നെ ദൈവത്തിനോട് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്ന ദൈവത്തിൻ്റെ ദൈവങ്ങൾക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സമയം കുറച്ചുകൊണ്ട് ചുരുക്കി പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇത് അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ സങ്കീർത്തനങ്ങൾ 90 എന്ന് പറയുന്നത് എന്ത് സങ്കീർത്തനമാണെന്ന് പറയാം? സാധാരണ മരണ വീട്ടിൽ ദൈവദാസന്മാർ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ അനേകം മർമ്മങ്ങൾ ഇതിലുണ്ടെന്ന് അറിയാൻ പറ്റും. മോശയുടെ ഒരു പ്രാർത്ഥനയാണ് ആക്ച്വലി ഇത്. നമ്മുടെ ചർച്ചിൽ ദൈവദാസന്മാർ സൗകര്യത്തിന് വേണ്ടി ഇതിൻ്റെ പരാമർശങ്ങളൊക്കെ ഓർത്തുകൊണ്ട്, പക്ഷേ ഇതൊരു പ്രത്യാശയുടെ ഒരു പ്രാർത്ഥനയായിട്ട് കാണാൻ പറ്റും. മോശയുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ദൈവം എങ്ങനെയായിരിക്കുന്നു, നമ്മളെക്കുറിച്ചുള്ള നൈമിഷികത, ഇതെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ സങ്കീർത്തനങ്ങൾ വേർതിരിക്കുമ്പോൾ 4ാമത്തെ പാർട്ട് 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളുടെ ആ 4ാമത്തെ ആ ഡിവിഷനിലാണ് ഈ സങ്കീർത്തനം, ആദ്യത്തെ ഈ സങ്കീർത്തനം വരുന്നത്. അതേപോലെ തന്നെ സംഖ്യാപുസ്തകം, നമ്മുടെ വേദപുസ്തകത്തിലെ 4ാമത്തെ പുസ്തകമായ സംഖ്യാപുസ്തകവും അതേപോലെ അതിനോടുള്ള അനുബന്ധിച്ചുള്ള ഒരു സങ്കീർത്തനമാണ് ഇതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പരാമർശങ്ങളൊക്കെ സംഖ്യാപുസ്തകത്തിലാണ് കാണുന്നത്. അപ്പോൾ സംഖ്യാപുസ്തകം 20 ഇങ്ങനെ ഒരു പരാമർശങ്ങളുണ്ട്. അതായത് മോശയും അവരോട് നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തി ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തന്മാരാണ് മോശ അഹരോൻ. അതിന് ഇവർ രണ്ടുപേരും ഈ യാത്രയിൽ, മോശയുടെ സഹോദരൻ അഹരോനും മോശയുടെ സഹോദരി മിരിയാമും ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം മിരിയാം മരിക്കുന്നു, അത് കഴിഞ്ഞ് അഹരോൻ മരിക്കുന്നുണ്ട്. അന്നേരം ഈ അഹരോൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ മോശയും അഹരോനും രണ്ടുപേരും മരിച്ചത് പർവ്വതങ്ങളുടെ മുകളിൽ വെച്ചാണ് മരിക്കുന്നത്. മോശ പിസ്ക പർവ്വതത്തിൻ്റെ മുകളിലും അഹരോൻ ഹോർ പർവ്വതത്തിൻ്റെ മുകളിലും വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ദൈവം ഈ അഹരോൻ മരിക്കുന്നതിന് മുമ്പ് മോശയോടൊരു വാഗ്ദാനം ചെയ്തു. അഹരോൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് അവൻ്റെ മകനെ എലയാസറിനെ ധരിപ്പിക്കണമെന്ന് മോശയോടുത്ത് പുറപ്പാട് 29:29 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിന് പ്രകാരം മോശയും അഹരോനും എലയാസറും ഈ ഹോർ പർവ്വതത്തിൻ്റെ മുകളിൽ പോകുന്നുണ്ട് അവരുടെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ, ഈ ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ. അപ്പോൾ പോയി കഴിഞ്ഞ് അഹരോൻ അവിടെ വെച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അഹരോൻ്റെ വസ്ത്രം ഊരി എലയാസറിനെ മോശ അഭിഷേകം ചെയ്തു. എലയാസറിനെ അടുത്ത പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അഹരോൻ മരിച്ചു. അതിനുശേഷം അവർ രണ്ടുപേർ തിരിച്ചു വന്നു. പർവ്വതത്തിൽ നിന്ന് പുറമൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് ഇസ്രായേൽ മക്കൾ അറിയുന്നത് അഹരോൻ മരിച്ചുപോയി. ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എലയാസറും മോശയും തിരിച്ചു വന്നു. അവിടെ മോശ 2 ശുശ്രൂഷയാണ് ചെയ്തത്. അഹരോനെ അടക്കം ചെയ്തു, എലയാസറിനെ അഭിഷേകം ചെയ്തു. അത്ര ഭയങ്കര വിഷമമായിരുന്നു. മോശ ദൈവത്തോട് ആദ്യമേ പറഞ്ഞു, എനിക്ക് ഈ പരിപാടി പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതിൽ അഹരോനായിരുന്നു മോശയുടെ നാവായിട്ടിരുന്ന് നമുക്കറിയാം. അത്രത്തോളം അടുപ്പവും അത്രത്തോളം സ്വന്തം സഹോദരനേക്കാൾ ഉപരി ദൈവം പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം ചെയ്ത് അഹരോൻ മരിച്ചപ്പോൾ മോശയ്ക്ക് അതിയായ സങ്കടം ഉണ്ടായിക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ മിരിയാമും മരിച്ചിരിക്കുന്നു. രണ്ടുപേരും മരിച്ചു. അന്നേരം അവിടെ മോശ ദൈവം പറഞ്ഞ പ്രകാരം 2 ശുശ്രൂഷയാണ് ചെയ്തത്. അഭിഷേകത്തിന് ശുശ്രൂഷ, എലയാസറിനെ അഭിഷേകം ചെയ്തു. അത് കഴിഞ്ഞ് അതിന് മുൻപ് അഹരോനെ അടക്കം ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മോശയുടെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ. മോശ അതിവേദനയിൽ പാടിയ ഒരു പാട്ടാണ് ഈ മോശയുടെ ഈ 90ാം സങ്കീർത്തനം എന്ന് കാണുവാനായിട്ട് സാധിക്കും. സാധാരണ ഈ മരണ വീട്ടിലാണിത് പറയുന്നതെങ്കിലും നമുക്ക് അനേകം ഇത് ധ്യാനിക്കുകയാണെങ്കിൽ ഇത് അനേകം കാര്യങ്ങൾ നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മോശ ആ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തുവാണ്, ദൈവത്തെ എങ്ങനെയാണ് മോശ കരുതിയത്. നമുക്ക് പലപ്പോഴും തോന്നുന്നു, ദൈവമേ, വിക്കനായ ഈ മോശ കൊട്ടാരത്തിൽ 40 വർഷം ജീവിച്ചു. ആദ്യം ആ പാല് കൊടുത്തപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമേ ഒരുപക്ഷെ കാണത്തുള്ളൂ. എങ്കിലും മോശ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, വേറെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. പക്ഷേ മോശയുടെ ആ പ്രത്യേകതകളെല്ലാം ഈ വാക്യത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശയുടെ ആ ദൈവത്തോടുള്ള എരിവ്,
എത്രത്തോളം ഉണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തുമായിരുന്നു, എങ്ങനെയാണ് അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്. നമുക്കറിയാം, ഇത്രയും വലിയൊരു ജനത്തെ, 25 ലക്ഷം ഉള്ള ഒരു ജനത്തെ നയിക്കണമെങ്കിൽ എത്രത്തോളം പ്രയാസമായിരിക്കും. അതും അനുസരണ നമുക്കറിയാൻ പറ്റും. ഒരു തരത്തിലും അനുസരിക്കാത്ത ജനമാണ് ഈ അന്ന് അവര് മരുഭൂമിയിലോട്ട് കൊണ്ടുപോയെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ഉണ്ടോ, നമ്മൾ കർത്താവെ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, പർവ്വതങ്ങളുണ്ടായിരുന്ന നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ സകലത്തിനും ഉണ്ടാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം ഉണ്ടായിരുന്നു. അതാണ് ആദിയും അന്തവുമില്ലാത്ത അനാദിയായും ശാശ്വതമായിരിക്കും. ദൈവം ഒരു സൃഷ്ടാവല്ല, ദൈവം ഒരു സൃഷ്ടിയല്ല, ദൈവം ഒരു സൃഷ്ടാവാണ്. അനാദിയും ആദ്യമായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ദൈവത്തെയാണ് മോശ അപ്പോൾ ആദ്യമേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് മോശയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം തൻ്റെ വിഷമങ്ങൾ പറയുമല്ല, ദൈവത്തെ ആദ്യം മഹത്വപ്പെടുത്താണ്ട് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. മൂന്നാമത്തെ വാക്യം വായിക്കാം. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. അവിടെ മോശയുടെ കാഴ്ചപ്പാട് മർത്തൻ നമ്മൾ എപ്പോഴും ഭൂമിയിലേക്ക് മരിച്ചു കഴിഞ്ഞ് ഭൂമിയിലേക്ക് ചേരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത വാക്യം മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. അവിടെ 2 വാക്യങ്ങളാണ്. മനുഷ്യൻ പൊടിയിലേക്ക് എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ഭൂമിയിലേക്ക് ചേരും, പക്ഷേ മനുഷ്യപുത്രന്മാരെയാണ് തിരികെ വരുവിൻ എന്ന് വിളിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യപുത്രന്മാർ ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മർത്യനെയും ദൈവം തിരിച്ച് തൻ്റെ കൂടെ താമസിക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി വിളിക്കത്തില്ല, മനുഷ്യപുത്രന്മാരെ മാത്രമേ വിളിക്കത്തുള്ളൂ. അതൊക്കെയാണ് ആ ഒരു മോശയുടെ കാഴ്ചപ്പാടെന്ന് നോക്കണം. 4 മുതൽ താഴോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ കുറിച്ചാണ് മോശ ഇത് സങ്കീർത്തനത്തിലൂടെ പാടുന്നതെങ്കിലും താഴോട്ട് വരുമ്പോൾ ചില വേർഡ്സ് നമുക്ക് വായിക്കാം. അതായത് 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ ഇരിക്കുന്നു. അപ്പോൾ ദിവസം, യാമം, മണിക്കൂറുകൾ, ഇതൊക്കെയാണ് മോശയുടെ ആ ഒരു ചിന്ത നോക്കണം. അന്നത്തെ കാലത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ അവിടെ കാണിക്കുന്നുണ്ട്. 1000 സംവത്സരം ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കഴിഞ്ഞ ഒരു ദിവസം പോലെ, 1000 സംവത്സരം, 1000 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസം പോലെയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ബൈബിൾ പ്രകാരം ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് മെതുശലേഖാണ്. 969 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിച്ച മെതുശലേഖിന് പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആ ഒരു ദിവസത്തിന് അത്രയും ജീവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അബ്രഹാം മെതുശലേഖ് അങ്ങനെ പലരും 900 വർഷങ്ങൾക്ക് മേളിൽ ജീവിച്ചിട്ടുണ്ട്. ആദം 930 വർഷം ജീവിച്ചിട്ടുണ്ട്. അത് ആദം പോലും ദൈവത്തിൻ്റെ കൈയായ സൃഷ്ടിച്ച ആദം പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം പോലും ജീവിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് സ്വർഗത്തിലെ ദൈവം ഒന്ന് ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്തുവായിരുന്നു സ്ഥിതി എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, സ്വർഗത്തിലെ ദൈവം ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ 1000 വർഷം ഒരു ദിവസത്തെ നമ്മുടെ കൂട്ടം ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ സർവ്വലോകത്തിൽ തന്നെ ഒന്നും നടക്കത്തില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല, എന്നേക്കും പരിപാലിക്കുന്ന ദൈവമാണ് നമ്മളെ നടത്തുന്നത് സാധിക്കും. ഈ ഉറക്കവും രാത്രിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ബോഡിക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ഉറക്കമില്ല, ഒന്നുമില്ല. നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിപാലിക്കുന്നത്, ഉറങ്ങാതെ മയങ്ങാതെയാണ് പരിപാലിക്കുന്നത്. നമുക്കൊരു വിശ്വാസം, നമ്മളെ ആ മോശയുടെ കാഴ്ചപ്പാട് നോക്കണം. അപ്പോൾ നമ്മൾ വെറുതെ അധ്വാനിക്കുന്നു എന്ന് ശലോമോൻ പറഞ്ഞെങ്കിലും ദൈവം നമ്മളെ ആ മോശയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത്. ഒരു യാമം എന്ന് പറയുന്നത് ആദ്യകാലത്ത് റോമൻ ഭരണത്തിന് മുൻപ് 3 യാമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആരംഭയാമം, മധ്യാഹ്നം, പ്രഭാതയാമം, 3 യാമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോമ ഭരണത്തിന് ശേഷമാണ് ആ യാമങ്ങൾ 4ആയിട്ട് കാണാൻ സാധിക്കും. നമ്മൾ യാമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 4ആം യാമം, 3ആം യാമം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോമൻ കാലത്തിന് ശേഷമാണ് ഈ യാമങ്ങൾ 4ആയിട്ട് മാറിയത്. അതിന് മുമ്പ് 3 യാമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, അപ്പോൾ നീ അവരെ ഒഴുക്കിക്കളഞ്ഞ് ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതവും വളരെ നൈമിഷികമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് വാടിക്കരിഞ്ഞു. നമുക്ക് അഹങ്കരിപ്പാനും
നമുക്ക് വലിയ പ്രതീക്ഷ വെക്കുവാനോ ഈ ലോകത്തിൽ സമ്പത്ത് കൂട്ടുവാനോ അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ചാൽ എല്ലാം അതിൻ്റെ നൈമിഷിക നമ്മുടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിൽ പ്രത്യാശ വെച്ച് നമ്മൾ മുന്നേറണമെന്നാണ് മോശയുടെ ആ കാഴ്ചപ്പാടാണ്. മോശ കൊട്ടാരത്തിൽ 40 വർഷം ജീവിച്ചു. എല്ലാ സുഖസൗകര്യവും അനുഭവിച്ച് ജീവിച്ചെങ്കിലും 40 വർഷം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് കൂടി പോയി ഇത്രോ പുരോഹിതൻ്റെ വീട്ടിൽ അവരുടെ കൂടെ താമസിക്കുകയും അങ്ങനെ 40 വർഷം മരുഭൂമിയിൽ, പിന്നീട് 40 വർഷം ഇസ്രായേൽ മക്കളെ വീണ്ടും അവരെ നടത്തി 40 വർഷം മരുഭൂമിയിൽ. അങ്ങനെ മോശ അതൊക്കെയും തിരഞ്ഞെടുത്ത് ഈ നൈമിഷികതയും ഈ കാര്യങ്ങളൊക്കെയും എല്ലാ അഭ്യാസങ്ങളും അടിത്തടവും സുഖസൗകര്യങ്ങളും എല്ലാം പഠിച്ച മോശ ഇത്രത്തോളം ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മോശയെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മോശയുടെ അവസാനത്തെ നമുക്ക് ചിന്ത, മോശയുടെ ആ പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ആയുഷ്കാലത്തെക്കുറിച്ചാണ്, നമ്മുടെ നൈമിഷികതയെക്കുറിച്ചാണ് 4 മുതൽ 10 വരെ കാണുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്ര വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. എല്ലാവരും പറന്നു പോകത്തില്ല, കർത്താവിൽ പ്രത്യാശ വെച്ചാൽ പറന്നു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളെ നാളുകളെ എണ്ണുവാൻ നമ്മളെ ഒന്ന് പഠിപ്പിച്ചെങ്കിൽ കൊള്ളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിച്ചു. അപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെയുള്ള നാളുകളെ എണ്ണി വിഷമിച്ചിരിക്കാനോ അതുവരെ ചെയ്യേണ്ട കാര്യങ്ങൾ ധനം സമ്പാദിക്കാനോ കുഞ്ഞുങ്ങളെ വളർത്തുവാനോ അങ്ങനെയൊന്നും അല്ല എണ്ണാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യാശകൾ. ഇതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നാളുകളെ എണ്ണുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിൽ കാണുമ്പോൾ ഈ നാളുകളെ എണ്ണുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർ 11:11 വായിക്കാം. ഓക്കെ, അപ്പോൾ എബ്രായർ 11:11 ഇതാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ ഭക്തന്മാരൊക്കെ എണ്ണിയത് എന്തിനെയാണ് എണ്ണിയതെന്ന് കാണുവാനായിട്ട് സാധിക്കും. സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണിയിരിക്കുന്നതായിട്ട് നമുക്ക് എബ്രായർ 11:11 കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാറ എന്തിനെക്കുറിച്ചാണ് എണ്ണിയത്? നമ്മുടെ കൂട്ട് നാളത്തെ ദിവസത്തെക്കുറിച്ചോ നമ്മുടെ മരണം വരെ 70, 80, 23,000, 30,000 ദിവസം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സാറ എന്തിനെക്കുറിച്ച് അവിടെ എണ്ണിയത് കാണുവാനായിട്ട് സാധിക്കും. സാറയും വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനെന്ന് എണ്ണി ബോധ്യപ്പെടുകയാണ്. സാറയുടെ ആ ബോധ്യമാണ് അവിടെ കാണുന്നത്. അതുപോലെ എബ്രായർ തന്നെ 11:26 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 11:26 വായിക്കാം. അപ്പോൾ മോശ അവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവത്തിൻ്റെ തിരുവചനം വലിയ ധനമെന്നെണ്ണി ബലം പ്രാപിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മോശയുടെ ആ കാഴ്ചപ്പാട് നോക്കണം. മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വലിയ ധനമെന്നെണ്ണി, അങ്ങനെയാണ് അവർ എണ്ണിയത്. അതായത് നമ്മൾ എണ്ണുന്നത് പോലെ 70 വയസ്സിന് 10 വർഷം കൂടെ ജോലി ചെയ്യണം, 5 വർഷം കൂടെ കഴിയുമ്പോൾ റിട്ടയർ ആവും, സുഖമായിട്ട് വീട്ടിൽ ജീവിക്കണം, അങ്ങനെയല്ല എണ്ണിയത്. മോശ ദൈവത്തിൻ്റെ നിന്നയാണ് വലിയ ധനമായിട്ട് എണ്ണിയത്. അങ്ങനെയാണ് മോശ ബലം പ്രാപിച്ചായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നിലനിൽക്കുന്ന ഒരു ധനം, ക്രിസ്തുവിൻ്റെ ആ നിന്ന, അതാണ് മോശ എടുത്തത്. അതേപോലെ നമ്മൾ പുതിയ നിയമത്തിൽ ചില റെഫറൻസ് നോക്കുമ്പോൾ ഫിലിപ്പിയർ 3:7-8 വാക്യങ്ങളിൽ ഞാൻ ചുരുക്കമായിട്ട് പറയാം. എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദം എണ്ണിയതായിട്ട് പൗലോസ് അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ ലേഖനത്തിൽ 3:7-8 വാക്യങ്ങളിൽ പൗലോസിൻ്റെ കാഴ്ചപ്പാടാണ്. സർവസമ്പന്നനായ പൗലോസ് എണ്ണിയത് എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദമെന്ന് എണ്ണി ദൈവത്തിൽ ആശ്രയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ടും പൗലോസിന് മതിയാകാതെ പൗലോസ് വീണ്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടുവാൻ എല്ലാം ഛേദമെന്നെണ്ണി. ആദ്യം ലാഭമായതൊക്കെയും ഛേദമെന്ന് എണ്ണിയെങ്കിലും രണ്ടാമത് പൗലോസിന് കുറച്ചുകൂടെ ആ കാഴ്ചപ്പാട് ദൈവത്തോട് അടുത്ത് വന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടാൻ എല്ലാം സകലതും ഛേദമെന്ന് എണ്ണിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതിനും കവിഞ്ഞ് വീണ്ടും പൗലോസ് ഫിലിപ്പിയർ 3:11 വരുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരിൽ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം
പ്രാപിക്കാം എന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. അപ്പോൾ പൗലോസിന്റെ ആ കാഴ്ചപ്പാട് ഓരോ ലെവലിലോട്ട് പോകുമ്പോൾ പൗലോസിന്റെ ആ കാഴ്ചപ്പാട് നോക്കണം. അവിടെയൊക്കെയും ദൈവസന്നിധിയിൽ ഇത്രത്തോളം ശക്തമായിട്ട് പോരാടുവാനുള്ള ആ ഒരു കാരണങ്ങളാണ്. അവരൊക്കെ എണ്ണിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം പൗലോസ് ലാഭമായിരുന്നൊക്കെ എണ്ണി, രണ്ടാമത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടാൻ എല്ലാം ഛേദമെന്ന് എണ്ണി, മൂന്നാമത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പുനരുത്ഥാനം പ്രാപിക്കുവാൻ വേണ്ടി സകലതും ചവറന്നെണ്ണി. ഇതാണ് അവരൊക്കെ എണ്ണിയ കാര്യങ്ങളെന്ന് ചില റെഫറൻസുകളാണ്. നമുക്കൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ എണ്ണിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എണ്ണുന്നത് 30 വയസ്സ് കഴിഞ്ഞ് ഒരു ജോലി ചെയ്യണം, 25 വയസ്സ്, 25 വർഷം, 55 വർഷം ജോലി ചെയ്യണം, സുഖമായിട്ട് പിള്ളേരെ വേണം, അത് കഴിഞ്ഞ് അവരുടെ കല്യാണം, കുഞ്ഞുങ്ങൾ, ഇതൊക്കെയാണ്. 60 വയസ്സ് 70 വയസ്സാകുമ്പോഴത്തേക്ക് 2-3 വീട് വേണം. ഇതൊക്കെയാണ് നമ്മൾ എന്നതെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഈ ഭക്തന്മാരെയൊക്കെ ദൈവം ഉയർത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത്. മോശയുടെ ആ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെ ദൈവഭക്തന്മാർ സാറയും മോശയും പൗലോസും ഒക്കെ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിന്ന് പരിജ്ഞാനവും പുനരുത്ഥാനവും നിന്നയും ക്രിസ്തുവിൻ്റെ നിന്നയും വലിയ ധനമൊക്കെ നേടിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇവിടെ നമ്മൾ കണ്ടു ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ നമ്മളെ നാളുകളെ എണ്ണമെന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്ന ദിവസം വരെ എണ്ണി ഇരിക്കുവാനല്ല പറയുന്നത്. കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കുവാൻ നമ്മൾ എങ്ങനെയാണ് ജ്ഞാനം പ്രാപിക്കുക. ജ്ഞാനം എന്ന് പറയുന്നത് വിസ്ഡമാണ്. ഇവിടെ ജ്ഞാനം തന്നെ 3 വിധത്തിലുണ്ട്. ഇൻഫർമേഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, വിസ്ഡം ഉണ്ട്. ഈ ഇൻഫർമേഷൻ നമുക്കറിയാം, അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നോളജ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളെല്ലാം ഈ പുസ്തകം വായിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ അല്ലാതെ ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്നും പ്രാപിക്കുന്നതായിട്ട് ആരും കാണുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും മെഡിസിൻ പഠിക്കുന്നതും മറ്റെല്ലാം പഠിക്കുന്നതല്ല നോളജാണ്. പുള്ളി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാണാൻ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുക, ജോലി ചെയ്യുക, ജീവിക്കുക. എന്നാൽ കർത്താവോടെ മോശ ഇവിടെ പറഞ്ഞ കാര്യം, ദൈവമേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ, വിസ്ഡം, ദൈവത്തിൻ്റെ ആ ജ്ഞാനം കിട്ടുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മുന്നേറുവാൻ, അതാണ് അവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനം പ്രാപിച്ച് ദൈവമേ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ എങ്ങനെ നമ്മൾ കഴിക്കണമെന്നാണ് ഇവിടെ മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിനെ എണ്ണുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച് ബലം പ്രാപിച്ച് ദൈവത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി ദൈവം അൺഫിനിഷ്ഡായിട്ട് വെച്ചിരിക്കുന്ന വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് മോശ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതിനെ കാണുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് മോശയുടെ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മോശയുടെ പ്രാർത്ഥനയാണിത് മൊത്തത്തിലെങ്കിലും മോശ പറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പുറപ്പാട് 33, എക്സോഡസ് 33. എക്സോഡസ് 33 അതിൻ്റെ സംഭവങ്ങൾ മോശയും ദൈവവുമായിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. മോശയെടുത്ത് പറഞ്ഞു, നീ ഇവരെ കൊണ്ടുപോകണം, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം, അഹരോനെ തരാം, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, നീ എന്നെ ഇസ്രായേൽ മക്കളെ അവിടുന്ന് കൊണ്ടുപോകണമെന്ന് ദൈവം ഇവരോട്ടുള്ള വാഗ്ദത്തം ചെയ്തതിന് ശേഷം ദൈവം മോശയോട് സംസാരിക്കുന്നതാണ് 2ാമത്തെ വാക്യം 33:2. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുവിൻ, ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. അപ്പോൾ ദൈവം കൊടുത്ത 3 വാഗ്ദത്തങ്ങളാണ് ഈ 2ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പാലും തേനും ഒഴുകുന്ന ദേശം, അതായത് അവിടെ നല്ലൊരു സ്ഥലം, നല്ലൊരു സ്ഥലമാണ്. അവിടെ ആഹാരത്തിനുള്ള എല്ലാ വകയും ഞാൻ നിങ്ങൾക്ക് തരും. പാലും തേനും ഒഴുകുന്ന ദേശം. അത് കഴിഞ്ഞ് 2ാമത് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, സംരക്ഷണം. 2ാമത് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമാണ് മോശയ്ക്ക്, ഞാൻ നിനക്ക് സംരക്ഷണം തരും, ദൂതന്മാരുടെ സംരക്ഷണം തരും. 3ാമത് കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. സകല ശത്രുക്കളെയും മാറ്റി, സകലരെയും മാറ്റി, സകല ശത്രുക്കളെയും മാറ്റിക്കളയും. ഇതിൽ കൂടുതൽ 3 വാഗ്ദത്തങ്ങൾ എന്താണ് വേണ്ടത്? നമ്മളാണെങ്കിൽ 100 ഒന്നും പുറകോട്ട് ചിന്തിക്കാതെ
ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. അതായത് ആഹാരമുണ്ട്, ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്, ശത്രുക്കൾ ആരുമില്ല, സുഖജീവിതം. ഇനി കർത്താവ് നമ്മളെ നടത്തിക്കൊള്ളുന്നുള്ള വിശ്വാസത്തോടെ നമ്മളെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ. എല്ലാം ശരിയായി. പക്ഷേ മോശയുടെ ആ കാഴ്ചപ്പാടാണ്, മോശ ഇതൊന്നും തൃപ്തനായില്ല. മോശ ഇതുകൊണ്ടൊന്നും തൃപ്തനായില്ല. അതാണ് മോശയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. 33-ന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ആ കാതലായിട്ടുള്ള വാക്യം മാത്രമായി. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അപ്പോൾ മോശയ്ക്ക് ഈ വാഗ്ദത്തം ആഹാരം കൊടുത്തു, സംരക്ഷണം കൊടുത്തു, ഇതൊന്നും മോശയ്ക്ക് തൃപ്തിയായില്ല. മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആ രീതി നോക്കണം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവമേ, നിന്റെ വഴിയാണ് എന്നെ അറിയിക്കണം. ആ വഴി സ്വർഗത്തിലോട് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള വഴിയാണ് എനിക്ക് അറിയേണ്ടത്. ദൈവം സകല കാര്യങ്ങളും ചെയ്തു. പക്ഷേ മോശയുടെ പ്രാർത്ഥനയുടെ ആ ലെവല് പോയത് നോക്കണം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ, പിന്നെയും ദൈവത്തോട് യാചിക്കുകയാണ്, നിന്റെ വഴി നിനക്ക്. നമ്മൾ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ കേട്ടു, നമ്മുടെ ഹൈദരാബാദിലുള്ള വാസവനും കേട്ടു, യേശു ആശ്ചര്യപ്പെട്ടൊരു വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. ഏതാണെന്ന് പറയാമോ? സെഞ്ചൂറിയൻ്റെ വിശ്വാസത്തെക്കുറിച്ച് യേശു പോലും ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണുവാണ്. ആശ്ചര്യപ്പെട്ടൊരു വിശ്വാസം യേശു പോലും പ്രതീക്ഷിച്ചില്ല എന്ന് യേശുവിനെ അറിയാമായിരിക്കാം. പക്ഷേ അവിടെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ദൈവം പോലും ആശ്ചര്യപ്പെട്ട് കാണും. ഇത്രയും പറഞ്ഞിട്ടും മോശ പിന്നെയും ദൈവത്തോട് മല്ലിടുകയാണ്. ദൈവമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ഇത്രയും അനുസരണം കെട്ടൊരു ജാതി ആയിരുന്നിട്ട് പോലും കർത്താവേ, നിന്റെ വഴിയിൽ കൂടെ പോകുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്നാണ് ഇവിടെ പറയുവാനായിട്ട് സാധിക്കും. 14-ാമത്തെ വാക്യത്തിൽ രണ്ടാമത് മോശയുടെ ആവശ്യം. അതിനെ അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ യഹോവയോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. രണ്ടാമത്തെ മോശയുടെ ആവശ്യം തിരുസാന്നിധ്യം, ദൈവത്തിൻ്റെ ആ പ്രസൻസ് എൻ്റെ കൂടെ വരണം എന്നാണ് മോശയുടെ ആവശ്യം. മോശയ്ക്ക് ആഹാരവും സംരക്ഷണവും ഒന്നുമല്ല ആവശ്യം. ദൈവമേ, തിരുസാന്നിധ്യം ആണ് വരേണ്ടത്. ആ ഗ്ലോറി, ആ തിരുസാന്നിധ്യമാണ് എന്നോട് വരേണ്ടത് മോശ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശയുടെ ആ ഓരോ ലെവൽ ഓഫ് തിങ്കിങ് നോക്കണം. അപ്പോൾ വഴി കാണിച്ചു തരണം ദൈവമേ. വഴി മാത്രം പോരാ, തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരണം. മൂന്നാമത് മോശയുടെ ആവശ്യം 18-ാമത്തെ വാക്യമാണ്. 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ അതാണ് മോശയുടെ പ്രാർത്ഥനയുടെ ലെവൽ നോക്കണം. അപ്പോൾ മോശ മൂന്നാമത് പ്രാർത്ഥിച്ച, ദൈവമേ, നിന്റെ തേജസ്, അതായത് നിന്റെ ഗ്ലോറി എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അത് മോശയുടെ ആ കാഴ്ചപ്പാട് മൊത്തത്തിൽ ഈ ഭൗതികമായ യാതൊരു വിഷയങ്ങളുമല്ല, സ്വർഗത്തോട് ദൈവത്തോട് ചേർന്ന്, എത്രയും ചേർന്നിരിക്കാമോ, ഒരു സെക്കൻഡ് പോലും സ്വർഗത്തോട് വിട്ടുപോകുവാൻ മോശയ്ക്ക് ആഗ്രഹമില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മോശ, അതുകൊണ്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തതെന്ന് കാണുവാനായിട്ട് ദൈവത്തിന് അറിയാൻ നേരത്തെ. പക്ഷേ മോശയുടെ വായിൽ നിന്ന് തന്നെ ഇത് വരണം. നമ്മുടെ വായിൽ നിന്ന് തന്നെ ദൈവത്തോടുള്ള ആ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം, വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം, മറ്റുള്ളവർക്ക് അത് ബലമായി തീരണം. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണ് ഇവിടെ മോശയുടെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പുറപ്പെടുന്ന നിന്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണമേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ കർത്താവേ എന്നെ അയക്കരുതേ എന്നുള്ള പ്രാർത്ഥന. കർത്താവേ, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ, നിന്റെ ഗ്ലോറി എന്നെ ഒന്ന് കാണിച്ചു തരണമേ. കർത്താവേ, എനിക്കിതിൻ്റെ മഹത്വം അറിയാമെങ്കിലും കർത്താവേ, നിന്റെ തേജസ് എൻ്റെ കൂടെ ഇരിക്കണമേ എന്ന് മോശയുടെ ആ പ്രാർത്ഥന എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ പുതിയ നിയമമായിട്ട് വിചിന്തനം ചെയ്യുമ്പോൾ, എന്നോട് കൃപ, നിന്റെ വഴി എന്ന് പറയുന്നത് എന്താണ്? നിന്റെ വഴി എന്താണ്? നമ്മുടെ വഴി യേശു ക്രിസ്തുവാണ് നമ്മുടെ വഴി. ഞാൻ തന്നെ വഴി, സത്യം, ജീവനമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതാണ് മോശ പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് അറിയത്തില്ല, എന്നിട്ട് പോലും അന്നത്തെ ആ മോശയുടെ കാഴ്ചപ്പാട് നോക്കണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമെന്ന്. രണ്ടാമത് തിരുസാന്നിധ്യം. എന്താണ് തിരുസാന്നിധ്യം? പ്രസൻസ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രസൻസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ജീസസ് ആണ് നമ്മുടെ പ്രസൻസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത് നിന്റെ തേജസ്.
തേജസ് എന്താണ് തേജസ്? ദൈവത്തിൻ്റെ ആ ഗ്ലോറി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന യേശുവാണ് ആ തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി ഈ യേശുവിനെ മാത്രം നോക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ചുരുക്കം ചില നാളുകൾ മാത്രമേ ഉള്ളൂ. മോശയുടെ ഈ പ്രാർത്ഥനയെ പോലെ അന്ന് പുസ്തകങ്ങളോ ബൈബിളോ ഒന്നുമില്ല. അവൻ്റെ അമ്മച്ചി പറഞ്ഞു കൊടുത്ത അമ്മ പറഞ്ഞു കൊടുത്ത ആ വാക്യങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് ഇത്രയും പ്രാപിക്കാമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ ബൈബിൾ വചനങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇനി നമ്മൾ ആ യേശുവിനെ കുറിച്ചുള്ള ആ ഒരു വഴിയും തിരുസാന്നിധ്യവും തേജസ്സും ഒക്കെ പ്രാപിച്ചുകൊണ്ട് ഇനിയുള്ള ഈ നൈമിഷികമായ ജീവിതങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ എത്രയും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ എണ്ണിക്കൊണ്ടുപോയി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ആ പൂർവികത നമ്മൾ മനസ്സിലാക്കി, മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കി ആ മോശയുടെ പ്രാർത്ഥനയെ പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് എണ്ണി മുന്നോട്ട് പോകാൻ തക്കാണ്. നമ്മുടെ ദിവസങ്ങളെ എണ്ണി നമ്മൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചോ ഭൗതികമായ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു എണ്ണലല്ല. പൗലോസിനെ പോലെ സകലതും ലാഭമുള്ളതെല്ലാം വേണ്ടാന്ന് വെച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനം കിട്ടുവാൻ വേണ്ടി എല്ലാം ഛേദമെന്ന് എണ്ണി ദൈവത്തിൻ്റെ ആ പുനരുത്ഥാനം ലഭിക്കുവാൻ വേണ്ടി പൗലോസിനെ പോലെ വല്ല വിധേനയും മരിച്ചോടിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും എല്ലാം ഉപേക്ഷിച്ച് ചവറൊന്ന് എണ്ണുവാൻ തക്കണം നമ്മുടെ ഒരു കാഴ്ച. ഇതെല്ലാം വ്യക്തിപരമാണ്. ദൈവം ഒന്നും ചെയ്തില്ല. ദൈവം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരത്തേ ഉള്ളൂ. ഇതെല്ലാം വ്യക്തിപരമാണ്. നമ്മൾ ഏത് ലെവലിലാണ് ചിന്തിക്കുന്നത് ആ മോശയെ പോലെ ദൈവം നമുക്ക് ആഹാരവും സംരക്ഷണവും കാര്യങ്ങളും എല്ലാം വിൽക്കാമയും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, ജോലി തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. സ്തോത്രാഴ്ചയും കൊടുത്ത് മറ്റേ വിധവ ഇട്ടതുപോലെ 2 റിയാൽ സ്തോത്രാഴ്ച ഇട്ട് കഴിഞ്ഞ് അപ്പോൾ അതുപോലും തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. 2 റിയാൽ ഇട്ട് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന്, സ്തോത്രാഴ്ച ഇട്ടാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇടാൻ പ്രാപ്തിയുള്ളതുകൊണ്ടാണ് 2 റിയാൽ മാത്രം ഇട്ടാൽ പോല എന്നുള്ള ചിന്താഗതിയിലല്ല. നമ്മുടെ ആ ചിന്താഗതികൾ മാറ്റി ആ മോശയുടെ ആ പ്രാർത്ഥനകൾ ദൈവം ഒരു ഹയർ ലെവലാണ് നമുക്ക് ചിന്തിക്കുന്നത്. ആ ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മോട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ വായിൽ നിന്ന് വരണം. നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ ഭൗതികമായ ജീവിതത്തിൽ ഈ മാത്രം മുന്നേറുകയാണെങ്കിൽ നമുക്ക് നിത്യജീവനെ ആ അവസാന കാലം കർത്താവിനോട് ആ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നുള്ള വിളിയുടെ സമയത്ത് നമുക്ക് തിരികെ ചെല്ലുവാൻ പറ്റത്തില്ല. അതാണ് മോശ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മനുഷ്യപുത്രന്മാരെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളും ആ വിളിയിൽ കാണുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരിക്കലും പാടിയിട്ടില്ലാത്തൊരു പാട്ട് കൂടെ നമുക്കൊരു 4 ചരണം പാടാം. സംഖ്യ 307 പാട്ട് എല്ലാവർക്കും പാടാൻ വളരെ പേടിയുള്ളൊരു പാട്ടാണ്. ഇതുവരെ ഞാൻ ചർച്ചകളിൽ ഇതുവരെ പാടിയത് കേട്ടിട്ടില്ല. സമയമാം ഈ പാട്ടിൻ്റെ അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ നാഗൽ സാഹിബിനെ അറിയാമല്ലോ. നാഗൽ സാഹിബ് കായംകുളത്ത് നിന്ന് രഥത്തിൽ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കായംകുളത്ത് നിന്ന് പുള്ളി തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തപ്പോൾ പാടിയൊരു പാട്ടാണ്. ഈ പാട്ടും നമ്മൾ അബദ്ധവശാൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഈ സമുദായ ക്രിസ്ത്യാനികളായിരുന്നുകൊണ്ട് ഈ രഥവും മഞ്ചൊക്കെ പോകുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. എപ്പോഴും മരണ വീട്ടിൽ പാടുന്ന പാട്ടാണ്, മരണ വീട്ടിൽ പാടുന്ന പാട്ടാണ്. നമ്മുടെ വീട്ടിൽ പോലും പാടാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഈ പാട്ട് പാടാൻ, അത്രത്തോളം പേടിയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ പ്രത്യാശ ഒരു 2 പ്രാവശ്യം പാടുമ്പോൾ ആത്മാവിലാത്തവരും ആത്മാവിലാണെന്ന് കാണാം. നമുക്കൊരു 4 ചരണം ഒന്ന് പാടാം. ആ പേടിയൊന്ന് മാറും. സമയാമ രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണാതെ ഓടിടുന്നു, എൻ സ്വദേശം കാണാതെ പ്രത്യാശയോടെ ആ മോശ
മോശയുടെ പ്രാർത്ഥനയെ പോലെ പൗലോസിന്റെ കാഴ്ചപ്പാടിനെ പോലെ നമ്മുടെ ജീവിതം ഭിന്നിരിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ